സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസത്തോട് മുഖം തിരിച്ച് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ. ഒന്നാം ഘട്ട പട്ടികയിൽ 22 പേർ മാത്രമാണ് സമ്മതപത്രം നൽകിയത്. ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുന്ന 199 ദുരന്തബാധിതരുമായി ജില്ലാ കളക്ടർ കൂടിക്കാഴ്ച നടത്തി. വീടിന് പകരം 15 ലക്ഷം രൂപ സഹായധനത്തിനായി സമ്മതപത്രം നൽകിയത് ഒരാൾ മാത്രം. സർക്കാർ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഭൂരിഭാഗം ദുരന്തബാധിതരും പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പിൽ ഉൾപ്പെടുന്ന 199 ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് ജില്ലാ കളക്ടർ. 3 ദിവസങ്ങളിലായി നടന്ന കൂടിക്കാഴ്ചയിൽ ഒന്നാം ഘട്ട പട്ടികയിൽ ഉൾപ്പെട്ട മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ ദുരന്തബാധിതരാണ് ജില്ലാ കളക്ടർ DR മേഘശ്രീയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ 22 പേർ മാത്രമാണ് ടൗൺഷിപ്പിൽ വീടിനായി സമ്മതപത്രം നൽകിയത്. വീടിന് പകരം 15 ലക്ഷം രൂപ സഹായത്തിനായി സമ്മതപത്രം നൽകിയത് ഒരാൾ മാത്രമാണ്. പുനരധിവാസ പാക്കേജിൽ സർക്കാരിന്റെ ഈ അവഗണന അംഗീകരിക്കില്ലെന്നാണ് ദുരന്തബാധിതരുടെ നിലപാട്. അതേസമയം ടൗൺഷിപ്പിന്റെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാർച്ച് 24 വരെ സമ്മതപത്രം നൽകുന്നത് നീട്ടി. ടൗൺഷിപ്പിലെ വീട്, സാമ്പത്തിക സഹായം എന്നത് സംബന്ധിച്ചുള്ള ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20-നാണ് പ്രസിദ്ധീകരിക്കുക. റിപ്പോർട്ടർ, വയനാട്.